ഞാൻ വീണ്ടും വരികയാണ്. നമസ്കാരം. കേരളം വളരുകയാണ്. നഗരമെന്നോ നാട്ടിൻപുറമൊന്നോ ഇല്ലാത്ത ആ വികസനത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. അതായത് കളി കാണുന്നതിന് മുമ്പ് കഥ അറിഞ്ഞു വെക്കണം. അതല്ലേ ന്യായം. ഇതാണ് കഥ. മറന്നുപോയവർ ഒന്നുകൂടി ഓർമ്മിക്കാൻ. എന്നാലല്ലേ മുന്നോട്ട് പോകാൻ പറ്റൂ. നിങ്ങൾക്ക് മാത്രമല്ല, ഈ പാവം എനിക്കും. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര 1 വികസനം, 2 കരുതൽ. വികസനവും കരുതലും. വികസനം നമുക്ക് ആവശ്യമാണ്. അതോടൊപ്പം കരുതൽ അത്യാവശ്യമാണ് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ 5 കൊല്ലക്കാലം പ്രവർത്തിച്ചത്. കരുതലും വികസനവും. ഈ കരുതലും വികസനം കൊണ്ട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് മന്ത്രിസഭ തീരാൻ പോകുമ്പോൾ പരക്കം പായുന്നത്. അങ്ങനെ ഒരു മന്ത്രിയോ മന്ത്രിസഭയോ ഇന്ന് വരെ നമ്മുടെ കേരളം കണ്ടിട്ടുള്ളൂ. ഈ മന്ത്രിസഭയിലെ 4 മന്ത്രിമാർ ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്കെല്ലാം അങ്ങേയറ്റത്തെ പ്രോത്സാഹനം എന്ന് മാത്രമല്ല, ഓരോ ദിവസവും നമ്മളെ വിളിച്ച് ആ പദ്ധതി എന്തായി, എന്താണ് തടസ്സം, ഞാൻ എന്ത് ചെയ്യണം, അങ്ങനെ നമ്മൾ പറയുന്നതനുസരിച്ച് യോഗങ്ങൾ സംഘടിപ്പിക്കുകയും ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വളരെയേറെ താല്പര്യമെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കുന്നത്. ഈ വികസന കേരള കഥകളിയുടെ മൊത്തം രസം പിടികിട്ടാൻ ഒരു എളുപ്പം മാർഗമുണ്ട്. മലയാള സിനിമാ വേദിയിലെ ആദ്യത്തെ ആക്ഷേപഹാസ്യ ഗാനം സ്ഥാനാർത്ഥി സർമ്മ. ഒന്ന് കാണൂ. ഇതല്ലേ മോനെ രസം. ഇതല്ലാണ്ട് വേറെ എന്ത് രസം. കേട്ടോക്കെ. നമ്മുടെ പെട്ടി കടുവ പെട്ടി ചോട്ടില്ല, കുരുവി പെട്ടി നമ്മുടെ പെട്ടി കടുവ പെട്ടി ചോട്ടില്ല, ഓട്ടില്ല 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 കടുവ പെട്ടി ചോട്ടില്ല, ഓട്ടില്ല 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 കടുവ പെട്ടി ചോട്ടില്ല. ഇനി ഒരു നിമിഷം കണ്ണടച്ചു വെച്ച് മനസ്സിൽ അഡോട്ട് ബാക്സിൽ ധ്യാനിച്ച് ഒന്ന് കണ്ണടച്ച് ആലോചിച്ചു നോക്കൂ. അപ്പോഴറിയാം തോട്ടിൻകരയിൽ എങ്ങനെയാ വിമാനം ഇറക്കിയതെന്ന്. കുരുവിപ്പെട്ടി നമ്മുടെ പെട്ടി കടുവ പെട്ടി ചോട്ടില്ല, കുരുവിപ്പെട്ടി. അനാവശ്യമായി സമരങ്ങൾ ചെയ്ത് വികസനം മുടക്കാം എന്ന് ധരിച്ചാൽ വികസനത്തിന്റെ അതിനുള്ള തടസ്സക്കാർ ശകലം മുറിക്കുകയും ഇനി കേരളത്തിൽ നമുക്ക് അനുവദിക്കാൻ പാടില്ല. സമരം ആവശ്യമാണോ അനാവശ്യമാണോ എന്നതൊക്കെ അതത് സാഹചര്യങ്ങളെ അനുസരിച്ചിരിക്കും. എന്തായാലും മൂർഖൻ പറമ്പിൽ വിമാനം ഇറങ്ങിയപ്പോൾ ആ കുന്നിൻ്റെ താഴെ സമരമുണ്ടായിരുന്നു. ഇതിലിപ്പോ ഭരണകക്ഷിക്കോ എതിർകക്ഷിക്കോ അവരുടേതായ ന്യായങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഇതിൽ സന്തോഷിക്കാൻ ന്യായമുള്ള ഒരേ ഒരു കക്ഷിയെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല എക്സ്പീരിയൻസ് ആണ്. സ്വന്തം നാട്ടിൽ ലാൻഡ് ചെയ്യുന്ന വേറെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്.
how can I explain this to you? It is sense of pride and joy and happiness. എന്നാലുണ്ട് പൈലറ്റ്, ഇമാതിരി ഒരു കൊച്ചു സന്തോഷത്തിന് വേണ്ടി ഇത്രയും റിസ്ക് എടുത്ത നിങ്ങളെ ഒരു സ്ഥാനാർത്ഥിയാക്കേണ്ടതായിരുന്നു. തൽക്കാലം ആ വികസനത്തിൻ്റെ പേരിൽ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരു ചെറിയ ബ്രേക്കിൽ പോവാം, വികസനം അതിന് പിന്നാലെ. ഓക്കെ, അതായത് സത്യം പറഞ്ഞാൽ തോട്ടിൻകരയിൽ ഇറക്കിയത് വിമാനമല്ല, മെട്രോ വണ്ടിയാണ്. മെട്രോ വണ്ടി. കൊച്ചിയുടെ ട്രെയിനിന് വശങ്ങളിൽ നിന്ന് വൈദ്യുതി ലഭിക്കുന്ന തരത്തിലുള്ള തേർഡ് റെയിൽ ട്രാക്ഷനാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ട്രാക്കിൽ വൈദ്യുതി പ്രവാഹം ഉണ്ടാകുന്നതാണ്. ദയവ് ചെയ്ത് ആരും ട്രെയിനിന് അടുത്തേക്ക് പോകാതിരിക്കുക. Open Kochi style, Khana style. Open Kochi style, Khana style. 2012 സെപ്റ്റംബർ 13 അന്നത്തെ പ്രധാനമന്ത്രി ഈ പ്രോജക്റ്റിന് തറക്കല്ലിട്ടത്. 2013 ജൂൺ 7 ഈ പ്രോജക്റ്റിന്റെ പണി ഔപചാരികമായി ആരംഭിച്ചത്. ആ ജൂൺ 7 ഞാൻ പറഞ്ഞു 1095 ദിവസം കൊണ്ട് ഈ പ്രോജക്റ്റിന്റെ പണി തീർക്കും. ഇന്ന് 958ാമത്തെ ദിവസം. Open Kochi style, Khana style. ഏതായാലും എല്ലാ ഗവൺമെന്റുകളുടെ കാലത്തും പിന്നീട് ഇതിനൊരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതും ഒരു പ്രോജക്റ്റ് 2005 അംഗീകരിക്കുന്നതും ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ്. അന്നാണ് ആദ്യത്തെ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത്. ആ പ്രോജക്റ്റിന് അതിന് മുമ്പ് ശ്രീ ശർമ്മ പറഞ്ഞ പോലെ ഇത് കേന്ദ്രത്തിൽ ഒരു പ്രപ്പോസൽ, അത് പ്രോജക്റ്റ് ആയിരുന്നില്ല, പ്രപ്പോസൽ. ആ പ്രപ്പോസൽ കേന്ദ്ര ഗവൺമെന്റിന് പോയി. കേന്ദ്ര ഗവൺമെന്റ് ആ കാര്യത്തിൽ ചെയ്തത് PPP, അതൊക്കെ ശരിയാണ്. എന്നാൽ പ്രോജക്റ്റിന് അതിന് ഒരു അംഗീകാരമില്ല. അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ. Open Kochi style, Khana style. ഈ അഭിമാന മുഹൂർത്തം നമുക്കായി നൽകിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയോട് കൊച്ചി നഗരവാസികൾക്ക് വേണ്ടി ഞാൻ ആദ്യമായി ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ ധാരാളം പദ്ധതികളാണ് നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചത്. അത് സൂചിപ്പിക്കുന്നത് വൻകിട വികസന പദ്ധതികൾ കേരളത്തിൽ സാധ്യമാകും എന്നുള്ളതാണ്. കേരളത്തെക്കുറിച്ച് പൊതുവെ പറഞ്ഞു കേട്ടിരുന്ന ഒരു കാര്യം കേരളത്തിൽ ഒന്നും നടക്കില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ DMRCയുടെ വിജയകരമായ പൂർത്തീകരണം കേരളത്തിൽ നമ്മൾ വിചാരിച്ചാൽ എല്ലാം നടക്കും എന്നുള്ളതാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. എവിടെ വികസനമുണ്ടോ അവിടെയൊക്കെ പ്രതിഷേധവും സമരവും ഉണ്ടാക്കുകയാണല്ലോ കേരളത്തിൻ്റെ ഇത്. അതുപോലെ തന്നെ ഈ മെട്രോയിലും ഒരു പ്രശ്നമുണ്ടായി. മെട്രോ റെയിലിനെ കുറിച്ചല്ല, അതിനുവേണ്ടി റോഡ് കുഴിച്ചതിൻ്റെ പ്രശ്നത്തിൽ.
നാടും നഗരവും വികസിക്കുന്നതിൻ്റെ ആന്തരാർത്ഥങ്ങൾ നമുക്കൊന്നുകൂടി കാണാം. ഒരിടവേളയ്ക്ക് ശേഷം എ ഷോർട്ട് ബ്രേക്ക്. അതായത് നാടും നഗരവും വികസിപ്പിച്ചെടുക്കുക എന്നത് കേരളം ഇതുവരെ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇപ്പോഴാണത് കണ്ടത്. എറണാകുളത്തെ ഇടത്തറ എന്നൊരു ഗ്രാമം വികസിപ്പിച്ചെടുത്ത് ഒരു സിറ്റിയാക്കി മാറ്റിയിരിക്കുന്നു. അതാണ് മക്കളെ ഇപ്പോഴത്തെ സ്മാർട്ട് സിറ്റി. തുമ്പി മൂർഖൻ പറമ്പിൽ വിമാനം ഇറങ്ങുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് ഓർമ്മയുണ്ടോ? അല്ലേ? ഉണ്ടോ? അനാവശ്യമായി സമരങ്ങൾ ചെയ്ത് വികസനം മുടക്കാം എന്ന് ധരിച്ചാൽ വികസനത്തിന്റെ അതിനുള്ള തടസ്സക്കാർ ശകലം മുറിക്കുകയും ഇനി കേരളത്തിൽ നമുക്ക് അനുവദിക്കാൻ പാടില്ല. അതായത് സമരങ്ങൾ ആവശ്യമാണോ അനാവശ്യമാണോ അതവിടെ ഇരിക്കട്ടെ. പക്ഷെ സമരങ്ങളുണ്ടാവുന്ന സാഹചര്യം മുഖ്യനും അറിയാവുന്നതാണല്ലോ. പാവപ്പെട്ടവരുടെ സ്വത്തൊക്കെ പിടിച്ചു മാറ്റി മറ്റേതോ ആൾക്കാർക്ക് വേണ്ടി ആ സ്വത്ത് വിറ്റ് സ്വീകാര്യസിറ്റി എന്ന് പറഞ്ഞുണ്ടാക്കിയാൽ ഏത് പാവപ്പെട്ടവനായാലും ആരായാലും പ്രതികരിക്കും. അപ്പം സമരം വേണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇഷ്ട ഒമ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള നഗരത്തിൽ തറക്കല്ലിട്ട് നാട്ടിൻപുറത്ത് മെഡിക്കൽ കോളേജ് തുടങ്ങുന്ന മാജിക് കാണണോ? ജൂലൈ 12 വയനാട് മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ടുകൊണ്ട് ഈ ജില്ലയുടെ ഒരു വലിയ സ്വപ്നത്തിന് സാക്ഷാത്കാരം ചെയ്യാൻ സമയബന്ധിതമായിട്ട് പരിപാടി ഇട്ടിരിക്കുകയാണ്. സർവരോഗി മലയാളികളെ സംഘടിക്കുവിൻ, ഈ ആതുരാലയങ്ങളൊക്കെ നേരെയാക്കുവിൻ. രോഗികൾക്കും സംഘടിക്കാം ആതുരമീ നാട്ടിൽ. രോഗമൊരു കുറ്റമെങ്കിൽ ഡോക്ടറല്ലോ ദ്രോഹി. ആശുപത്രി നിങ്ങളൊക്കെ കാശുപത്രിയാക്കി, ലാബുകളോ നിശ്ചയിച്ചു കാശു കൈക്കലാക്കി. ഗവൺമെന്റിന്റെ ലക്ഷ്യം ആധുനിക രംഗത്തെ ഏറ്റവും പ്രധാന ചികിത്സാ കേന്ദ്രമായി വികസിപ്പിച്ചെടുക്കുന്ന വിധത്തിലുള്ള ഒരു മെഡിസിറ്റി. കൊല്ലപ്പെട്ടത് തന്നെ വയനാടിന് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള ആരോഗ്യ പാക്കേജ് കൂടെ നടപ്പിലാക്കും എന്ന കാര്യം കൂടെ ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ ഫലകം സ്ഥാപിച്ചത് കൽപ്പറ്റയിലെ SKMJ ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ്. മെഡിക്കൽ കോളേജ് വരുന്നത് അവിടുന്ന് 9 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു കാപ്പിത്തോട്ടത്തിലും.
അതായത് ഇമാതിരി വികസനം ഈ ഗവൺമെൻറ്റിനെ കഴിയുള്ളൂ എന്ന് ഉമ്മൻചാണ്ടി സാറിനും കുഞ്ഞാലിക്കുട്ടി സാറിനും തോന്നുന്നെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി. ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ ഇതിനെക്കാളും നല്ല വികസനം ഇവിടെ നടത്താമെന്ന് വിചാരിക്കുന്നവരും ഈ കേരളത്തിലുണ്ട്. ഇവിടെ LDF-ന് തുടർച്ചയുണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ 2 വർഷം മുമ്പ് മെട്രോ റെയിൽ യാഥാർത്ഥ്യമാകുമായിരുന്നു. ഇടതുപക്ഷ ഗവൺമെന്റ് തുടർച്ചയുണ്ടായിരുന്നെങ്കിൽ 1 വർഷം മുമ്പ് കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാകുമായിരുന്നു. ഇന്ന് പുതുതായിട്ട് വിഴിഞ്ഞ ഹാർബർ LDF ഗവൺമെന്റ് തുടർച്ചയുണ്ടായിരുന്നെങ്കിൽ വിഴിഞ്ഞ ഹാർബർ ലാൻഡ് ലോഡ് പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ ഇതിനകം പൂർത്തീകരിക്കപ്പെടുമായിരുന്നു. അതായത് അങ്ങനെയല്ലെങ്കിൽ ഇങ്ങനെ എന്ന മാർക്സിയൻ സിദ്ധാന്തം അനുസരിച്ച് ഈ വികസനമൊക്കെ LDF നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അതിനുള്ള യോഗമുണ്ടായില്ല. ഇനിയിപ്പോൾ യോഗമുണ്ടോ എന്തോ, എന്തായാലും കാത്തിരുന്ന് കാണാം. ഇത് താണ്ട കേരളം. നന്ദി, നമസ്കാരം. இன்னிசை பாடி வரும் இளம் காற்றுக்கு உருவமில்லை, காற்றலை இல்லை என்றால் ஒரு பாட்டொலி கேட்பதில்லை. ஒரு கானம் வருகையில் உள்ளம் கொள்ளை போகுதே, ஆனால் காற்றின் முகவரி கண்கள் அறிவதில்லையே. இந்த வாழ்க்கையே ஒரு தேடல் தான், அதை தேடி தேடி தேடும் மனது தொலைகிறதே.